ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. കർത്താവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓ, വി പ്രൈസ് ദ ലോർഡ്. ആത്മാവിൽ നമുക്ക് ജാഗരിച്ചുകൊണ്ട് ഈ സമയത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് ഇന്നിവിടെ നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. Thank you, Lord. Thank you, Lord. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. വലിയ പ്രതീക്ഷകൾ ഇന്ന് ക്രിസ്തുവിലേക്ക് ഭരമേൽപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. വലിയ പ്രതീക്ഷകൾ. എഫെസ്യ ലേഖനം 3:20 പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെക്കുറിച്ച്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മധ്യേ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മാനിച്ചുകൊണ്ടും വലിയ പ്രത്യാശയിലും വലിയ പ്രതീക്ഷയിലും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ, ഇന്ന് അങ്ങ് ചെയ്യാൻ പോകുന്ന സൗഖ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഈ സമയത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓൺലൈനായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ വ്യക്തികളുടെ അടുക്കലും ദൈവത്തിൻ്റെ സാന്നിധ്യം ബലപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന സമയം എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വലിയൊരു ഡെപ്പോസിറ്റ് ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവ് നാവിന്മേൽ ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അത് നന്ദിയോടെ സ്വീകരിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ തിരുവചനം പറയുന്നത് പോലെ ആ പ്രിവിലേജ് ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. കർത്താവ്, നന്ദിയോടെ ഞങ്ങളത് സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ തിരുവചനം പങ്കുവയ്ക്കാൻ കർത്താവ് തന്നിരിക്കുന്ന സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ലിവിങ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതത്തിൽ ജീവിക്കുന്നതിൻ്റെ ആദ്യ ഒരു ഭാഗം ഞാൻ അല്പ ആഴ്ചകൾക്ക് മുമ്പാകെ എടുത്തിരുന്നു. അത് സറണ്ടേർഡ് ലൈഫ് എന്നുള്ള ഒരു പോർഷനായിരുന്നു, വിധേയപ്പെട്ട ജീവിതം എന്നുള്ളത്. നമുക്ക് അതിൻ്റെ മുഖ്യവാക്യം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം. റോമ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് ഒരു റീക്യാപ്പ് തന്ന്, ഏകദേശം 2-3 ആഴ്ച ആയതുകൊണ്ട് പെട്ടെന്നൊരു റീക്യാപ്പ് തന്ന് ഇന്നതിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ലിവിങ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റീക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സീരിയലിലെ പോലെ വീണ്ടും 15 ആകെ 20 മിനിറ്റേ ഉള്ളൂ, വീണ്ടും 15 മിനിറ്റ് എടുത്ത് പഴയ കഥ പറയാമെന്നുള്ളതല്ല. വളരെ കീ വേർഡ്സ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആ കീ വേർഡ്സ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റൊക്കെ പിടികിട്ടും. അപ്പം നമ്മൾ പറഞ്ഞത് സമർപ്പിക്കപ്പെട്ട സറണ്ടേർഡ് ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിന് ജീവനുള്ള യാഗം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു പ്രത്യേക സാധനത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അത് ഷവായ് ചിക്കനെ കുറിച്ചാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ, ഓർമ്മ വന്നല്ലോ. അപ്പം സറണ്ടേർഡ് ലൈഫിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. നാം മനസ്സിലാക്കുന്നത്, എഫെസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നാം അവിടെ കാണുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെന്ന ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. നമ്മളെ ദൈവം തൻ്റെ മഹാസ്നേഹനിമിത്തം, അടുത്ത പെട്ടെന്നുള്ള കുറച്ച് വാക്യങ്ങളിലേക്ക് നാം പോവുകയാണ്. കരുണാസമ്പന്നനായിട്ടുള്ള ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മെ രക്ഷിച്ചു എന്ന് പറയുകയാണ്. സോ ആദ്യം നാം മനസ്സിലാക്കുന്നത്, ദ ബെസ്റ്റ് റെസ്പോൺസ് ടു ദ മേഴ്സി ഓഫ് ഗോഡ് ഇസ് എ സറണ്ടേർഡ് ലൈഫ്. ദൈവത്തിൻ്റെ കരുണയോടുള്ള ഏറ്റവും മികച്ച പ്രതികരണം നമുക്ക് നൽകുവാൻ കഴിയുന്നത്
ഒരു വിധേയപ്പെട്ട ജീവിതം. അങ്ങനെയെങ്കിൽ നാം എന്തിനോട് വിധേയപ്പെടണം? ദൈവഹിതത്തോട് വിധേയപ്പെടണം എന്ന് ഞാൻ പറഞ്ഞു. അതിനായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വഴികളെക്കുറിച്ച് നാം കാണുകയുണ്ടായി. തിരുവചനമാണ് ഏറ്റവും പ്രധാനവും ഏറ്റവും വ്യക്തമായി ദൈവഹിതം അറിയുവാനായിട്ടുള്ള വഴി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ ഓർഡറിൽ ആ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഞാൻ പറയുകയുണ്ടായി. പിന്നീട് ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, എബ്രായ ലേഖനത്തിൻ്റെ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. ഞാൻ പലരോട് ഇവിടെ ചോദിച്ചു, എന്നൊക്കെ എപ്പോഴൊക്കെ ഏതിലൊക്കെ ദൈവഹിതം വേണമെന്ന് ചോദിച്ചു. പലരും ഒക്കേഷണലി ആ ദൈവഹിതം ചോദിക്കുന്നത്. ഒക്കേഷണലി ആണ് ദൈവഹിതം വേണ്ടതെങ്കിൽ ഒക്കേഷണലിയെ നമ്മൾ അന്വേഷിക്കത്തുള്ളൂ. ഇവിടെ തിരുവചനം പറയുന്നത് എന്താ? എബ്രായർ 11:6 പറയുന്നത്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്ത ചോദ്യം എപ്പോഴാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ചിലർ ഒക്കേഷണലി ആണ്. കല്യാണം വരുന്നു പാസ്റ്റർ, ദൈവഹിതം എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നുന്നു പാസ്റ്റർ, ദൈവഹിതം എന്താണ്? ചിലർ വെക്കേഷണലി ആണ് ദൈവഹിതം അന്വേഷിക്കുന്നത്. വെക്കേഷൻ വരുമ്പോഴേ പ്രാർത്ഥിക്കാറുള്ളൂ. ഇപ്പോഴാണ് പാസ്റ്റർ ഒന്ന് സമയം കിട്ടിയത്. എല്ലാ സമയവും ജോലി 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 ജോലിയാണ്. ചിലർ വൊക്കേഷണലിയേ പ്രാർത്ഥിക്കാറുള്ളൂ. അതായത് വൊക്കേഷൻ, ജോലിയുടെ കാര്യത്തിൽ മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, വീട്ടിലെ കാര്യത്തിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാറില്ല. എങ്ങനെ നാം ദൈവത്തെ ഏതിലൊക്കെ അന്വേഷിക്കുന്നോ അവിടെ എല്ലാം ദൈവം പ്രതിഫലം തരാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, എല്ലാറ്റിനും ദൈവത്തെ അന്വേഷിച്ചാട്ടെ എന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ നാം കഴിഞ്ഞ ആ ദൂത് അവസാനിപ്പിച്ചത്, ഞാൻ എൻ്റെ സകലതും ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ, വിധേയപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൊണ്ടാണ് നാം അവസാനിപ്പിച്ചത്. നാം ഏതെല്ലാം കാര്യങ്ങളിൽ പലരും ചിന്തിക്കും അതെങ്ങനെ കൊടുക്കാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ചിലർ പെർമിഷൻ ചോദിക്കാറില്ല, ഇൻഫർമേഷനെ കൊടുക്കുക. അതെ, ഞാൻ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചായിരുന്നേ, കാരണം ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഉരച്ച് കഴിഞ്ഞിട്ടാണ്, ഞാൻ ഉപയോഗിച്ചായിരുന്നേ, ആ SMS വന്നായിരുന്നല്ലോ അല്ലേ. അതുപോലെ പലപ്പോഴും ദൈവത്തോട് ചെയ്തോട്ടെ കർത്താവേ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ആൻസർ അറിയാം, അതുകൊണ്ട് ചോദിക്കാറില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, നാം വിധേയപ്പെടാത്ത ഏത് മേഖലയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ഉന്നതമായിട്ടുള്ള പദ്ധതി നമുക്ക് നഷ്ടമാകും. യെശയ്യാവിൻ്റെ 55:8 പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ പദ്ധതികളും തമ്മിൽ ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ നിലവാരത്തിലുള്ള പദ്ധതി തന്നെ മതിയെങ്കിൽ എൻ്റെ ചിന്തകളോട് എനിക്ക് പിടിച്ചു നിന്നാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ സമർപ്പണം അതിന് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സമർപ്പിക്കാത്ത മേഖലകളുണ്ടെങ്കിൽ കർത്താവിനെ സഹായിക്കണമേ. അങ്ങേ എൻ്റെ കർത്താവെന്ന് പറയുവാൻ കഴിയുമാർ സകലതും അങ്ങേക്ക് സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവ് സഹായിക്കണമേ. യേശു എൻ്റെ കർത്താവ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇഫ് ഹീ ഈസ് നോട്ട് ദ ലോർഡ് ഓഫ് ഓൾ ദെൻ ഹീ ഈസ് നോട്ട് ലോർഡ് അറ്റ് ഓൾ. സകലത്തിലും നാം ആ സമർപ്പണം നൽകുമ്പോൾ മാത്രമാണ് കർത്താവെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്. കർത്താവെ, അതുപോലെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കിയാൽ നന്ദി. ആമേൻ, ആമേൻ. അപ്പം നമ്മൾ സമർപ്പിക്കാൻ ഒരുങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അതൊരു ആരംഭം മാത്രമാണ്. അത് നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഇറ്റ് ഈസ് ലീഡിങ് അസ് ടുവേർഡ്സ് കോൺസെക്രേഷൻ. ഒരു വിശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ട ജീവിതത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ആ വാക്യം പറയുന്നത്, അതായത് നിങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള
യാഗമായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചാട്ടെ. റോമാലേഖനത്തിൻ്റെ 12:2 പറയുന്നത്, ഈ ലോകത്തിന്, നമ്മളെ വാക്കിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ പോകാം കുറച്ച് ദിവസങ്ങൾ, ഈ ലോകത്തിന് അനുരൂപമാകാതെ. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത്, ഡു നോട്ട് കൺഫോം. വിശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ടു. ഞാൻ പണ്ടത്തേതുപോലെ അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ദൈവഹിതം അല്പം അറിയുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുമ്പോൾ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ അറിഞ്ഞ ദൈവഹിതത്തിനനുസരിച്ച് ഞാൻ എന്നെ തന്നെ വിശുദ്ധിയിൽ വേർതിരിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഡു നോട്ട് കൺഫോം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ, കൺഫോം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറുന്നു, ഒരു മോൾഡിലേക്ക് മാറുന്നു, ഒരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് അർത്ഥം. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഡു നോട്ട് ബി കൺഫോം ടു ദ പാറ്റേൺസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ രീതികളിലേക്ക്, ഷേപ്പിലേക്ക് മാറരുതേ എന്ന് പറയുക. ആ കൺഫോം എന്നുള്ള വാക്ക് വരുന്നത് സിസ്കെമറ്റൈസോ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇങ്ങനെ ഞെക്കിക്കൊള്ളിക്കുക, ഇങ്ങനെ കയറ്റി അങ്ങ് വെക്കുക, പ്രസ്ഡ് ഇൻ ടു എ മോൾഡ്, ഇതൊക്കെ അതിൻ്റെ അർത്ഥം. സ്കീമ എന്നുള്ള വാക്ക് അതിൽ നിന്നാണ് വരുന്നത്. അതായത് ഒരു പ്രത്യേക രീതിയിലേക്ക്, ചട്ടക്കൂട്ടിലേക്ക്, ഒരു ഫ്രെയിം വർക്കിലേക്കെല്ലാം അങ്ങ് കൊള്ളി അല്ലെങ്കിൽ കയറുന്നതിൻ്റെതായിട്ടുള്ള ആ ഒരു പദമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്താ ഇവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാ പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ യേശുവിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വിധേയപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് ലോകത്തിൻ്റെ രീതികളിലേക്ക് ആകുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ആയാൽ ഇതൊക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്താ ഇതിൻ്റെ ഒരു നമുക്ക് ഓർക്കുവാൻ കഴിയുന്നൊരു ഉദാഹരണം എന്തുവാ? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തിരുവചനത്തിൽ നാം നോക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിലെല്ലാം, ആ ഗിരിപ്രഭാഷണത്തിലെല്ലാം നാം നോക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിലാകുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലോകത്തിൻ്റേതാകരുത് എന്ന് വ്യക്തമായിട്ട് തിരുവചനം പഠിപ്പിക്കും. നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം, നാം ഒരു ബോട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, വെള്ളം ലോകമാണെന്ന് ഓർക്കുക. നാം ലോകത്തിലാണ്, പക്ഷെ വെള്ളം അകത്ത് കയറിയാൽ ബോട്ട് മുങ്ങും. അതുപോലെ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ വിളിക്കുന്നത്. നാം ലോകത്തിലാണ്, ദൈവം ഉദ്ദേശിക്കുന്ന ആ ഡയറക്ഷനിൽ തന്നെ നാം മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ചലിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ, എനിക്ക് നീന്താൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നും പറയാൻ പറ്റില്ല, അറിയാമെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്താണ്? ഫ്ലോട്ട് ചെയ്തപ്പോഴത്തേക്കും, അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്ന സമയത്താണ് പഠിച്ചത് ഇൻഫോസിസിലും, ഫ്ലോട്ട് ചെയ്തപ്പോഴത്തേക്കും പ്രോജക്റ്റ് തീർന്ന് ഞാൻ തിരിച്ചു വന്നു. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം എങ്ങോട്ടാണോ പോകുന്നത് അതനുസരിച്ച് പോകാനുള്ള ഓപ്ഷനേ എനിക്കുള്ളൂ. നീന്താമെന്ന് വിചാരിച്ചൊന്ന് കൈ പൊക്കിയാൽ ഞാൻ താഴെ പോകും. അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാനല്ല കർത്താവ് ക്രിസ്ത്യാനികളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ലോകത്തിലാണെങ്കിലും നാം ലോകത്തിൻ്റേതാകാതെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിൽ നാം മുന്നേറണം. തിരുവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, അനുരൂപരാകരുതെന്ന് പറഞ്ഞാട്ടെ. നാം തിരുവചനത്തിൽ നാം ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോകുക. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച്. ബെസ്റ്റ് ഫുഡാണ്. ആ രാജ്യത്ത് ഇതിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടാനില്ല, അല്ലെങ്കിൽ ആ ഒരു ബാൻക്വറ്റ് കിട്ടാനില്ല, അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തുള്ള ഭക്ഷണം കിട്ടാനില്ല. പക്ഷേ തന്നെ അശുദ്ധമാക്കുന്നത് വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ഒരു ഹൃദയത്തിലൊരു ഉറപ്പ് ദാനിയേലിനുണ്ടായിരുന്നു. ദാറ്റ് ഇസ് കോൺസെക്രേഷൻ.
അത് ഹൃദയത്തിലാണ് നിശ്ചയിച്ചത്. ദിസ് ടെൽസ് us ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നതൊക്കെ ഏതെങ്കിലും കുറേ ആൾക്കാർ പറയുന്നതിനെ കുറിച്ചല്ല, അത് അകത്തുനിന്നാണ് തുടങ്ങേണ്ടത്. ഹല്ലേലൂയ. അകത്തുനിന്നാണ് പുറത്തേക്ക് വരണ്ടേ. ലോകം നമ്മളെ അനുരൂപമാക്കാൻ നോക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചെയ്താൽ പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പദവി ഉണ്ടെങ്കിൽ ഇന്നതുപോലെയൊക്കെ ആണെങ്കിൽ അവൻ മിടുക്കൻ എന്ന് ലോകം ആ രീതിയിൽ ചട്ടക്കൂട് നിർമ്മിക്കുമ്പോൾ തിരുവചനം പറയുന്നത് ദൈവം നിന്നെ പഠിപ്പിച്ചതിനെ സംബന്ധിച്ച് നിന്റെ ഹൃദയത്തിലെ നിശ്ചയം എന്താ, നീ അവിടെ നിന്റെ വിശുദ്ധീകരണം തുടങ്ങും. ഹല്ലേലൂയ. രാജാവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ്ങും ഏറ്റവും മികച്ച ഭക്ഷണത്തെ സംബന്ധിച്ച് ക്വാളിറ്റി നല്ലതാ, പക്ഷേ അത് എൻ്റെ കോൺസെക്രേഷനെ അഫക്റ്റ് ചെയ്യുന്നതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം ചിന്തിച്ചാട്ടെ, എന്തുവാ ഇന്ന് നിങ്ങളുടെ വേർപെട്ട, ക്രിസ്തുവിന് വേണ്ടി വേർപെട്ട ജീവിതം? ഈ വേർപെട്ട ജീവിതം എന്ന് പറയുന്നത് പല ആൾക്കാരും ചിന്തിക്കുന്ന ഈ ലോകത്തിൽ സംസാരിക്കാനേ പാടില്ല, ഇന്ന ആൾക്കാരോട് സംസാരിക്കാവൂ. തിരുവചനം ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ലോകത്തിൻ്റെ വെളിച്ചമാകണമെങ്കിൽ ലോകത്തിൻ്റെ നടുക്കാണെങ്കിൽ തന്നെ വെളിച്ചം അവർ കാണത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ അവർ അല്ലെങ്കിൽ മനുഷ്യർ കണ്ടിട്ട്. അങ്ങനെ കാണണമെങ്കിൽ അവരുടെ നടുവിൽ ദൈവപ്രവൃത്തി ചെയ്യുമ്പോഴാ തിരുവചനം എന്താ പറയുന്നത്? അവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് അവർ പിതാവിനെ മഹത്വപ്പെടുത്തും. അപ്പം അവർ ചെറിയ കാര്യങ്ങളൊന്നും അല്ല കണ്ടത്. അവരുടെ നടുക്ക് നിന്ന് അവർക്ക് വ്യക്തമായിട്ട് കാണാനൊത്തു, ഇവൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാ, ഇവൻ്റെ പ്രവൃത്തിയുടെ പുറകിലുള്ളത് ഒരു മനുഷ്യനല്ല, സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വേർപെട്ട ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള വ്യക്തികളിൽ നിന്നല്ല, അവരുടെ സിസ്റ്റമറ്റൈസോ, അവരുടെ പാറ്റേൺസ്, അവരുടെ മോൾഡിൽ നിന്ന് മാറി ദൈവികമായിട്ടുള്ള എൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്ന ചില പ്രമാണങ്ങൾ അനുസരിച്ചുള്ള എൻ്റെ കോൺസെക്രേഷൻ, വിശുദ്ധീകരണം, അതിനനുസരിച്ച് ഞാൻ ജീവിക്കണമെന്ന് തിരുവചനം പറയുന്നത്. എന്ത് ബെസ്റ്റ് സാധനമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കോൺസെക്രേഷനെ അഫക്റ്റ് ചെയ്യുന്നത്? എന്താ ഇന്ന് അതിൻ്റെ പേര്? ഇവിടെ അത് രാജാവിൻ്റെ ഭോജനമെന്ന. എന്താ നമ്മുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ എന്തുവാ അതിൻ്റെ കോൺസെക്രേഷൻ എഫക്റ്റ്? അതിൻ്റെ പേര് നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ ആണോ? വേറെന്തെങ്കിലുമൊക്കെ ആണോ? ഏതെങ്കിലും മറ്റ് വ്യക്തികളാണോ? നോക്കിയാട്ടെ, ഈ സാധനങ്ങൾക്കൊന്നും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. രാജാവിൻ്റെ ഭോജനം മൊത്തം പ്രശ്നമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ തൻ്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് തനിക്കുള്ളൊരു വ്യക്തതയുണ്ട്. എൻ്റെ വിശുദ്ധീകരണത്തിന് ദൈവം എന്നോട് പറയുന്ന ചില കാര്യങ്ങൾ, ഒരു വ്യക്തിക്ക് തൻ്റെ വിശുദ്ധീകരണത്തെ ബുദ്ധിമുട്ടിക്കുന്നത് മറ്റൊരു കാര്യമായിരിക്കാം. അത് വളരെ ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ്സ് എ പേഴ്സണൽ ജേർണി. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വ്യക്തത വരേണ്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 39 മുതൽ 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാട്ടെ. 39 മുതൽ 7 തൊട്ട് 9 വരെ യോസേഫിനെ കുറിച്ചുള്ള കഥയാകുന്നു. ഹൗ ഹി ടുക്ക് എ സ്റ്റാൻഡ് ടു കോൺസെക്രേറ്റ് ഹിംസെൽഫ്. ഹല്ലേലൂയ. യോസേഫ് എപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ട് ആ വിശുദ്ധിയിൽ നടക്കാനായിട്ട് താൻ ഒരു തിരഞ്ഞെടുപ്പ് എടുത്തു എന്നുള്ളത് നാം കാണാം. യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നത് കൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസേഫിന്മേൽ കണ്ണു പതിച്ചു. യജമാനൻ്റെ ഭാര്യയുടെ കണ്ണ് പതിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതിൻ്റെ അർത്ഥം ജോലി പോകാനുള്ള എല്ലാ സാധ്യത ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. യജമാനന് നിന്റെ സർവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ യജമാനത്തിക്ക് വേറെ ഉദ്ദേശമാണ്. പക്ഷെ യജമാനത്തിയെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ജോലി വേണമെങ്കിൽ പോകാം. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. അങ്ങയുടെ ഭർത്താവ് അല്ലെങ്കിൽ യജമാനനെ പൂർണ്ണമായി
വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് എനിക്കുള്ളത്. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചും ഇരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. തൻ്റെ അകത്ത് ദൈവം ചിലതിനെ ശരിയെന്നും പാപമെന്നും തനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കൊണ്ട് യോസേഫ് അതിനോട് പ്രതികരിക്കുക, പാപം എന്നെൻ്റെ ദൈവം വിളിച്ചിരിക്കുന്നത് എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഹല്ലേലൂയ. നിങ്ങളുടെ വിശുദ്ധീകരണം ഇന്ന് തുടങ്ങിയാട്ടെ. ഇൻ ദ തിങ്സ് ദാറ്റ് യു നോ. ഇന്ന് നമുക്കറിയുന്ന ചിലർ ചിന്തിക്കും, ഞാൻ മൊത്തം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വായിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം എടുക്കും. ഞാൻ ചോദിച്ചാൽ അത്രയും താമസിക്കണോ ഒരു തീരുമാനം എടുക്കാൻ? കാരണം തിരുവചനം പറയുന്നത്, ഇന്ന് നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ നിന്റെ ഹൃദയം കഠിനപ്പെടുത്തരുത്. അത് രക്ഷയുടെ സന്ദേശം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം ഏത് സമയത്ത് വ്യക്തമായും തെളിവായും നിങ്ങളിലേക്ക് ദൈവം എങ്ങനെ കൊണ്ടുവന്നാലും അതിനെ മാനിക്കുക എന്നുള്ളത് അത് എഴുതിയ ദൈവത്തെ മാനിക്കുന്നതിനോട് തുല്യമാണ്. ഹല്ലേലൂയ. സോ സ്റ്റാർട്ട് യുവർ കോൺസെക്രേഷൻ ടുഡേ. നിങ്ങളുടെ വിശുദ്ധീകരിച്ചുള്ള ആ വേർതിരിവ് ഇന്ന് ആരംഭിച്ചാട്ടെ. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആ ശരിയുടെയും തെറ്റിൻ്റെയും വിശുദ്ധിയുടെയും പാപത്തിൻ്റെയും വെളിപ്പാടിനനുസരിച്ച്. അവിടെ യോസേഫിന് മറ്റ് പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ പോലും താൻ ചോദിക്കുന്നത്, എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ ഈ വലിയ പാപം ചെയ്യും? അതെങ്ങനെയാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത്? അത് പറയാൻ പറ്റുന്നത് നാം ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദൂതിൽ പറഞ്ഞതുപോലെ, ഈ സറണ്ടർ, ബന്ധമില്ലാത്ത ഒരാളുടെ അടുത്ത് സറണ്ടർ ചെയ്യേണ്ടി വരുന്നത് വലിയ വേദനയാണ്, അല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അന്യോന്യം വിധേയപ്പെടണം എന്ന് പറയുന്നു. ഒരു ബന്ധത്തിൽ ഒരു ഊഷ്മളത ഇല്ല എങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, ഈ അന്യോന്യം വിധേയപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ അവിടെ സ്നേഹമുണ്ടെങ്കിൽ അത് വലിയ ഒരു യോജിപ്പിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും അനുഭവമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ദൈവവുമായിട്ടും നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം ഈ ദൈവവുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും, ഈ ദൈവത്തോട് എനിക്ക് പാപം ചെയ്യാൻ ആഗ്രഹമില്ല. യജമാനത്തെ വിടാൻ തീരുമാനിച്ചില്ല. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 39:10 ശ്രദ്ധിച്ചാണ്, അവൾ ദിനം പ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും ഒരു പറച്ചിലും നിന്നില്ല. വീണ്ടും വീണ്ടും നോക്കുക, അവൻ്റെ കോൺസെക്രേഷൻ നാളെ മാറുമോ? ഇന്ന് ക്വയറ്റാമൊക്കെ എടുത്ത് മസിലൊക്കെ പെരുപ്പിച്ച് അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ പറഞ്ഞു പോയതാണോ, അതോ നാളെയും മറ്റന്നാളും അതിനുശേഷവും ഒക്കെ അവൻ്റെ തീരുമാനം ഇത് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ചില യജമാനത്തികളുണ്ട്. അവരെ താല്പര്യപ്പെടുത്തുന്ന പിശാചുമുണ്ട്. യജമാനത്തിമാർക്ക് പ്രശ്നമുള്ള എല്ലാവരുടെയും കാര്യം പറഞ്ഞതേ ഉള്ളേ. So your daily surrender helps in your daily consecration. പണ്ട് ഞാൻ പ്രാർത്ഥിച്ചതാ, അല്ലെങ്കിൽ പണ്ട് ഉപവസിച്ചതാ. പണ്ട് ഉപവസിച്ചെങ്കിൽ അത് പണ്ട് സഹായിച്ചിട്ടുണ്ടാകും. എനിക്ക് ഇന്ന് ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച് വേർപെടണമെങ്കിൽ ഞാൻ ഇന്നും ദൈവത്തിന് മുമ്പാകെ ഞാൻ സമർപ്പിക്കപ്പെടേണ്ടതാകുന്നു. അവൾ ദിനം പ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും, അവളെന്താ ചോദിച്ചേ? എൻ്റെ കൂടെ ശയിക്കണമെന്നാ പറഞ്ഞത്. സ്ലീപ്പ് വിത്ത് മീ. യോസേഫ് എന്താ ചെയ്തേ? അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. പിശാച് ആദ്യം ശക്തി കൊണ്ട് നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ നീ വീഴുന്നില്ല എങ്കിൽ പിന്നെ തന്ത്രം കൊണ്ട് മെരുക്കുവാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്.
പുള്ളിക്കാരി പറഞ്ഞു കാണും, വേണ്ട കിടക്കണ്ട, ജസ്റ്റ് വന്നൊന്ന് ഇരുന്നാൽ മതി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല, കിടപ്പുമില്ല ഇരിപ്പുമില്ല എന്ന് യോസേഫ് തീരുമാനിച്ചു. ദൈവമക്കൾ നിങ്ങളുടെ കൺവിക്ഷനിൽ സ്ട്രോങ് ആയിട്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനത്തിൻ്റെ ജ്ഞാനത്തെ നാം ഉൾക്കൊള്ളുമ്പോൾ അതിനനുസരിച്ചുള്ള ചുവടുകൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. പല വ്യക്തികളും ഇപ്രകാരം അവർക്കറിയാം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. പാസ്റ്ററെ, ഡേറ്റ് ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ പറയും, ഏത് ഡേറ്റിലാണ് പോകുന്നതെന്നും ഏത് സമയത്താണെന്നും എവിടാണെന്നും എന്താ നിങ്ങളുടെ ഡേറ്റ് എന്നനുസരിച്ചിരിക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ഇല്ല, ഞങ്ങൾ ജസ്റ്റ് വെറുതെ സംസാരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ വെറുതെ 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 സംസാരിച്ച് പിന്നെ തീരാത്ത വിശേഷങ്ങൾ ചോദിച്ച് പിന്നെ അടുത്തിരുന്നു. അങ്ങനെയാ പല പ്രശ്നങ്ങളും വരുന്നത്. അവൾ ദിനം പ്രതി യോസേഫിനോടും എൻ്റെ വിശുദ്ധീകരണം അനുദിനമുള്ള വിശുദ്ധീകരണമാണോ എന്നുള്ളത് പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്നതായിട്ട് സാഹചര്യങ്ങൾ വരും. സ്റ്റാൻഡ് സ്ട്രോങ് ഇൻ യുവർ വാല്യൂസ്. നിങ്ങളുടെ ദൈവിക മൂല്യങ്ങളെ നിങ്ങൾ ഉറച്ചു നിൽക്കുക, അതിൽ തന്നെ ഉറപ്പിച്ചതായിട്ട് നിൽക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ജ്ഞാനങ്ങൾ പലപ്പോഴും വിവാഹത്തിൻ്റെ സമയത്ത് വരുമ്പോഴത്തേക്കും വലിയ പ്രയാസമാണ് ഈ യുവാക്കൾക്കും യുവതികൾക്കും. നല്ലൊരു കുട്ടിയായിരുന്നു, പക്ഷെ എന്താ രക്ഷിക്കപ്പെടാത്തതെന്നുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. പിന്നെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത ആൾക്കാർ പറയും, അപ്പോഴാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാരാന്നറിയാമോ? ആകെ കുറച്ച് അധ്യായം മാത്രമേ പുള്ളി എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഈ ആൾക്കാർക്ക് പുള്ളി ഹോശയ ഭയങ്കര കാര്യമാണ്. പക്ഷെ ഹോശയ കല്യാണം കഴിച്ചത് വേറൊരു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് നീ ആദ്യം ഒരു പ്രവാചകനാകുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. കുറച്ച് അധ്യായങ്ങളൊക്കെ ഒന്ന് എഴുതി പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ടിട്ട് ആ പരിസരത്ത് വല്ല ഗോമറൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിശാചിന് നിന്നെ ഭയപ്പെടുത്തി എടുക്കാൻ കഴിയാത്തത് പിശാച് പലപ്പോഴും നിന്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് തന്ത്രത്തിലെടുത്ത് മാറ്റാൻ നോക്കും. ഇന്ന് എന്തുവാ നിങ്ങളുടെ വിശുദ്ധീകരണത്തിൽ നിന്ന്, നിങ്ങളുടെ വേർതിരിവിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നത്? ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് നോക്കിയാൽ എങ്ങനെയിരിക്കും എന്ന് ചിന്തിക്കാമോ? തിരുവചനം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നി വളരണമെന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും വളരാനോ പടർന്ന് പന്തലിക്കാനോ ഒന്നുമല്ല പറയുന്നത്. നിനക്കൊരു വളർച്ച ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ വേരൂന്നി മാത്രം വളർന്നാൽ മതി എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 1 പറയുന്നത്, നിന്റെ ന്യായപ്രമാണത്തിലുള്ള നിന്റെ ധ്യാനം നീ അതിൽ ശ്രദ്ധിക്കുമ്പോൾ യുവർ ഡിവോഷൻ വിൽ കോസ് യുവർ പ്രോസ്പെരിറ്റി. നിന്റെ പ്രസിദ്ധി അല്ലെങ്കിൽ നിന്റെ ആ സമൃദ്ധിക്ക് പുറകെയുള്ള അന്വേഷണമോ ഓട്ടമോ അല്ല, എന്നാൽ ഈ ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ വേരുകൾ ക്രിസ്തുവിൽ ഊന്നി വളരുമ്പോൾ അത് നിന്റെ സമൃദ്ധിക്ക് കാരണമാക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പല വ്യക്തികളും അവർ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട അവരുടേതായിട്ടുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ആ വിശുദ്ധീകരണത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. നാം തെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ ന്യായീകരണം എന്താ? ഇത് നാട്ടു നടപ്പല്ലേ. ഞാൻ ഓർക്കുമായിരുന്നു പണ്ടൊരു സമയത്ത്, പണ്ടല്ല ഒരു 4-5 വർഷം മുമ്പ്, ഒരു പുരയിടത്തിൻ്റെതായിട്ടുള്ള ഒരു കച്ചവടം സംബന്ധിച്ച് ഒരു സംസാരം വരികയായിരുന്നു. അപ്പം ആ വ്യക്തി എന്നോട് പറയുക, അപ്പം ഞാൻ പറഞ്ഞു എല്ലാം കറക്റ്റ് കാര്യം പിടി കിട്ടി. അപ്പം ഇത്ര രൂപ നമുക്ക് പത്രത്തിൽ. അയ്യോ, അത്രയും രൂപ ഒന്നും പത്രത്തിൽ എഴുതാൻ പറ്റില്ല, അത് സമ്മതിക്കത്തില്ല. എന്ന് ചോദിച്ചാൽ ആരും സമ്മതിക്കത്തില്ല. അല്ല, അത്രയും എഴുതി കഴിഞ്ഞാൽ അത്രയും നികുതി അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. കൊടുക്കാം. അയ്യോ, അങ്ങനെ ചെയ്യരുത്, അത്രയും പൈസ എടുത്ത് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തൂടെ? ശുശ്രൂഷ ചെയ്യാൻ കള്ളപ്പണം എടുക്കേണ്ട ഗതികേട് കർത്താവിനില്ല.
വിഷമം വന്നത് ഒരു പ്രയാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ മനോഹരമായിട്ടുള്ള ഐഡിയ തന്ന ആൾ ഒരു ശുശ്രൂഷകനായിരുന്നു. ഹല്ലേലൂയ. ജോലി പോകുമെന്ന് വിചാരിച്ചാ ഞാൻ ക്ലയൻറ്റിനോട് നുണ പറഞ്ഞത്. ഇത് നാട്ടുനടപ്പായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ ഒരു സമ്മാനം ചുരുട്ടി അങ്ങ് കൊടുത്തത്. ദൈവത്തിന് വേണ്ടത് ദൈവത്തെ മാനിക്കുന്ന ദൈവസഭയാണ്. ലോകത്തിന് അനുരൂപരായിക്കൊണ്ട് ഉണർവിന് വേണ്ടി ഒരു 45 മിനിറ്റ് പ്രാർത്ഥിച്ചതുകൊണ്ട് വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ മൂല്യങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തെയും ഉറച്ചു നിന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട നന്മ അല്പം പോലും കുറയാതെ നൽകുവാൻ വിശ്വസ്തനായിട്ടുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന സഭയാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 16:8 പറയുന്നത്, ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ. ആ വലിയ ഡീലൊന്ന് ചിന്തിച്ചേ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇച്ചിരി ഒരു പശ കൊണ്ടെന്നേ ഉള്ളൂ. ആ വലിയ വരവ്, ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള, ഉറക്കെ പറഞ്ഞാട്ടെ, അല്പം അല്പം അല്പമാ നല്ലത്. അല്പം മതി ദൈവമക്കൾക്കൊന്നും തിരുവചനം പറയുന്നില്ല. പക്ഷെ തിരുവചനം പറയാം, നിന്റെ അല്പവും ന്യായവും തമ്മിൽ നിനക്ക് തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നീ അല്പം തിരഞ്ഞെടുത്താട്ടെ. ഹല്ലേലൂയ. കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, എൻ്റെ കുറവിലും എൻ്റെ സമൃദ്ധിയിലും എന്നെ നടത്തുവാനും ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനും എനിക്ക് അറിയുമെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ശരി, എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യമാണ്, എൻ്റെ കൂടെ കർത്താവുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് സകലതും സാധ്യം. ഹല്ലേലൂയ. എല്ലാവരും കോപ്പി അടിച്ചു, അതുകൊണ്ടാണ് ഞാനും കൂടെ നോക്കിയത്. നാം എല്ലാവരെയും പോലെ അല്ലെന്നാ തിരുവചനം പറയുന്നത്. എല്ലാവരെയും പോലെ ആവരുതെന്നാണ് ഈ വാക്യം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസഭയായി നാം മുന്നേറുമ്പോൾ, നാം ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ഈ ലോകത്തിന് ഏതാ ശരിയായിട്ടുള്ള വെളിച്ചമെന്ന് കാണിച്ചു കൊടുക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ, ഈ എല്ലാവരും അവര് ഇവര് എന്നുള്ള എല്ലാ ഭാഷകളും മാറ്റിവെച്ച് എൻ്റെ ദൈവത്തോട് ഞാൻ മനസ്സിലാക്കുന്ന ന്യായപ്രമാണം അനുസരിച്ച് എനിക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയുമോ? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ക്രിസ്തുവിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാട്ടെ. ഇവിടെ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നിങ്ങളുടെ വിശ്വാസ ജീവിതമാണെങ്കിൽ ക്രിസ്തുവിൽ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്താട്ടെ. മറ്റുള്ളവരല്ല നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. വെൻ യു ആർ ആൻ അഡൾട്ട്, ബിഹേവ് ലൈക്ക് ആൻ അഡൾട്ട്. ഞാനൊരു പുരുഷനായിരിക്കുമ്പോൾ, ഞാനൊരു സ്ത്രീ ആയിരിക്കുമ്പോൾ, ഞാൻ പക്വതയുള്ള ഒരു പ്രായപൂർത്തിയായിരിക്കുന്ന വ്യക്തിയാകുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ, എടുക്കുമ്പോൾ ഞാൻ എന്താ കൺസിഡർ ചെയ്യുന്നത്, ഞാൻ എന്താ പ്രധാനമെന്ന് എണ്ണുന്നത്, തിരുവചനമാണോ? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു പ്രൊമോഷൻ കിട്ടിയില്ല, we don't make a commotion about it. കാരണം യഥാർത്ഥമായിട്ടുള്ള സ്ഥാനക്കയറ്റം വരുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുത്താറുണ്ട്, ദൈവം പൊക്കി വിടുമ്പം മാത്രമേ പോകാവുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ വേറെ പല സൈസുകൾ കിടപ്പുണ്ട്. അതിനെ ഒന്നും കൈകാര്യം ചെയ്യാനുള്ള കൃപ നമുക്ക് ലഭിക്കത്തില്ല. പാസ്റ്റർ ബിൽ ജോൺസൺ പറഞ്ഞതുപോലെ, ഡോണ്ട് ഗെറ്റ് ഇൻ ടു എ ബാറ്റിൽ ഫോർ വിച്ച് യു ഡോണ്ട് ഹാവ് ദ ഗ്രേസ്. അത് പിന്നെ നിന്റെ മാത്രം യുദ്ധമായി ഒതുങ്ങിപ്പോവും. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് മരണത്തിൻ്റെ കാര്യത്തിൽ പോലും വിഷമിക്കരുതെന്നല്ല പറയുന്നത്, പ്രത്യാശയില്ലാത്തവരെ പോലെ വിഷമിക്കരുത്.
നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. 1 തെസ്സലോനിക്കർ 4:13 പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വാക്യം പറയുന്നത് വിഷമിക്കരുതെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ അയ്യോ എല്ലാം പോയി എന്ന് പറയരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ മറ്റെന്ത് കാര്യം നടന്നില്ല എന്ന് പറഞ്ഞാൽ പോലും കർത്താവ് പറയുകയാണ്, നീ നിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്നിലായിരിക്കുമ്പോൾ നീ നേടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വേർതിരിക്കുമ്പോഴാണ് പലരും വന്ന് ചോദിക്കുന്നത്, എങ്ങനാ ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്? വേറെ എന്തെങ്കിലും ഒരു അവസരം വേണോ യേശുവിനെ കുറിച്ച് പറയാനായിട്ട്? അയ്യോ, പ്രതീക്ഷിക്കാതെ ബ്രദറെ കോവിഡിൻ്റെ ഇടയ്ക്ക് ഇത്രയും ബിസിനസ് തകർന്നു പോലെ എങ്ങനെ ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നു? അപ്പം ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കാണിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങളുടെ ആത്മാവിൽ നിന്ന് കേൾക്കാൻ ശ്രമിച്ചാട്ടെ. കർത്താവിനോട് ചോദിച്ചാട്ടെ, കർത്താവേ, എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തി എനിക്ക് അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് വേർതിരിഞ്ഞ് ജീവിക്കണം. ലോർഡ്, നോട്ട് ലൈക്ക് ഹൗ സമൺ വുഡ് സേ, ആരെങ്കിലും പറയുന്ന അനുസരിച്ചല്ല. എന്നാൽ കർത്താവേ, ഞാൻ അറിഞ്ഞിരിക്കുന്ന ദൈവഹിതം, അതിനോട് നീതി പുലർത്താനായിട്ട് എന്നെ സഹായിക്കണമേ. അതിൽ കർത്താവിനെ മാനിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വിശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ പിശാച് തെറ്റിക്കുന്നതായിട്ടുള്ള ഏത് കാര്യമാണോ അതിനെ ജയിക്കുവാനായിട്ടുള്ള ദൈവകൃപ ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ് ഈ സമയത്ത് തന്നെ അത് സകലരുടെ മേലും കർത്താവിൻ്റെ കൃപ ചോദിക്കുന്ന ചിലർ ചിന്തിക്കുകയാണ്, എനിക്ക് ആ പാപത്തിൽ നിന്ന് ജയിക്കാൻ കഴിയുന്നില്ല. അതൊരു വലിയ നുണയാണ്. കാരണം യേശുക്രിസ്തു നിങ്ങളുടെ കർത്താവാണെങ്കിൽ തിരുവചനം പറയുന്നത് പാപത്തിന് ഇനിമേൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്താൻ കഴിയുകയില്ലല്ലോ. ദാറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ. കഴിയുമോ എന്നല്ല ചോദിക്കുന്നത്, അവിടെ വ്യക്തമാക്കുക പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ. അതായത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ അത് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് അല്ല. യേശുവാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അവകാശവും അധികാരവും നിങ്ങൾ യേശുവിന് നൽകിയിരിക്കുന്നുവെങ്കിൽ പിന്നെ തിരുവചനം ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ടും ഒരു സത്യമായിട്ടും അവിടെ പ്രഖ്യാപിക്കുക, ആയതിനാൽ പാപത്തിന് ഇനി നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയുകയില്ലല്ലോ. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ പാപത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് മുറുകെ പറ്റിക്കിടക്കുന്ന പാപം എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് അതങ്ങനെ എളുപ്പത്തിലൊന്നും അങ്ങനെ ഒഴുകിപ്പോകത്തില്ല, എടുത്തങ്ങ് മാറ്റണം. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിന് തടസ്സമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവമുമ്പാകെ നിങ്ങൾ അനുതപിക്കാമോ? ഒരു നിമിഷം എടുത്ത് നമുക്ക് അനുതപിക്കാം. കാരണം നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ പോലും നാം ചെയ്യുന്നൊരു കാര്യമാണ്, കർത്താവെ, എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ അനുതപിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ കർത്താവായി വരണമേ. പാപവും കർത്താവുമായിട്ടുള്ള ജീവിതം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന പാപരീതികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിനോട് ക്ഷമ ചോദിച്ചാട്ടെ. ഹല്ലേലൂയ, ക്ഷമ ചോദിച്ചാട്ടെ. കർത്താവെ, ഈ പാപ സ്വഭാവത്തിൽ നിന്ന്
ജയിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ സഹായിക്കണമേ. പല വ്യക്തികളുടെയും ജീവിതത്തിൽ അവർക്ക് പാപസ്വഭാവത്തിൽ നിന്ന് ജയിക്കുവാൻ കഴിയാത്ത അവർ ആ പാപത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഗുണമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ അതിഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ജങ്ക് ഫുഡ് ഇസ് ഓൾവേസ് ടേസ്റ്റി ബട്ട് ഡെഫിനറ്റ്ലി അൺഹെൽതി. അതുപോലെ പാപം അത് നമുക്ക് നൽകുന്നതായിട്ടുള്ളൊരു സുഖമുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഞാൻ പാപജീവിതത്തിൽ ജീവിക്കുകയും എന്നിട്ട് ഞാൻ നിത്യജീവനിലാണ് എന്ന് പറയുകയും ചെയ്യുന്നവൻ അവൻ ഭോഷ്ക് പറയുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. അതായത് ഈ രണ്ടും കൂടെ ഉള്ള ജീവിതം തിരുവചനം എവിടെയും അപ്രൂവ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് നോക്കണമേ. ഇന്ന് ഞങ്ങളുടെ വിശുദ്ധിയിൽ നിന്ന് വേർപെടുത്തുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരണമേ, ഓർമ്മയിൽ കൊണ്ടുവരണമേ. ഓ ഹല്ലേലൂയ. കർത്താവെ, അതിൽ നിന്ന് ജയിക്കുവാനായിട്ടുള്ള കൃപ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. കർത്താവെ, സബ്സ്റ്റൻസ് അഡിക്ഷൻ ഉള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. കർത്താവെ, മദ്യപാനം, പുകവലി, സബ്സ്റ്റൻസ് അഡിക്ഷൻ, കർത്താവെ, പോർണോഗ്രഫി, കർത്താവെ, എല്ലാവിധമായിട്ടുള്ള വിശുദ്ധിയിൽ നിന്ന് കർത്താവെ പുറത്തേക്ക്, കർത്താവെ, വിവാഹബന്ധത്തിലല്ലാതെ മറ്റ് ബന്ധങ്ങൾ കർത്താവെ കൊണ്ട് നടക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ സഹായിക്കണം. ആ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് കർത്താവ് സഹായിക്കണം. തിരുവചനം പറയുന്ന ദ്രവ്യാഗ്രഹം സകല പാപത്തിൻ്റെയും വേര്, അതിൽ നിന്ന് സകല തിന്മയുടെയും വേര്. കർത്താവെ, അങ്ങ് തന്നിരിക്കുന്ന പണം നല്ല കാര്യസ്ഥരെ പോലെ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം, കൃപ തരണം, കൃപ തരണം, കൃപ തരണം. ഇന്ന് പരിശുദ്ധാത്മാവ് സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കർത്താവെ, ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം വളരെ വ്യക്തമായി ഓരോ വ്യക്തികളും കേൾക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. അല്പത്തിൽ നമുക്ക് നമ്മുടെ വിശുദ്ധീകരണം ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് അധികത്തിൽ ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് അല്പസമയം ഇന്നെടുത്ത്, ഇത് ഹൃദയത്തിലെ തീരുമാനമാണ്. അതുകൊണ്ട് അല്പസമയം എടുത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് ആരംഭിച്ചാട്ടെ ആ മേഖലയിൽ നിന്ന്. We can start our holiness or holy living from that one area. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചാട്ടെ. ദാനിയേൽ അങ്ങനെ ഹൃദയത്തിൽ നിശ്ചയിച്ച ഒരു ചുവടെടുത്ത്. പരിശുദ്ധാത്മാവ് എന്താ നിങ്ങളോടൊന്ന് പറയുന്നത്? നിങ്ങളുടെ വിശുദ്ധീകരണത്തിൽ നിങ്ങളെ മാറ്റുന്ന ആ പ്രവണത എന്താ? കർത്താവെ, സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. ആമേൻ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള രീതികൾ നാം നോക്കുമ്പോൾ ആ വാക്യം ശ്രദ്ധിച്ചാട്ട്, ഡു നോട്ട് കൺഫോം, അല്ലെങ്കിൽ അനുരൂപരാകാതെ. ആ വാക്കിനൊരു അർത്ഥവുമുണ്ട്. ഈ പുറമേ എങ്ങനെയെങ്കിലും ഷേപ്പ് മാറുക എന്നുള്ള അർത്ഥമാണ് പൊതുവേ നാം കാണുന്നത്. നിങ്ങൾ ലോകം പറയുന്ന ഏത് കാര്യം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, അതിന് പുറത്ത് നല്ല ലുക്കൊക്കെയാണ്. നല്ല ഫ്രൈഡായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സാധനമൊക്കെ അകമൊക്കെ നോക്കുമ്പോൾ എല്ലാം പ്രശ്നമാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും പിന്നെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും. കഴിക്കുമ്പം സുഖം, എന്നാൽ പിന്നീട് ഈ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്ന പോലെയാണ്,
ഒരയ്ക്കുമ്പോഴും ആ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സുഖം. പക്ഷേ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും വരുന്നത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചിരി ആർക്കൊക്കെ. എന്താണ് ഇതിൻ്റെ അകത്തുള്ള മീനിങ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അപ്പം ആ ഒരയ്ക്കുമ്പോൾ ഒരു നല്ല ഫീലാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇമെയിലിൽ വരുമ്പോഴാണ് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സമ്മാനം അയക്കുന്നത്. ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു സുഖമാണ്, ഒരു ത്രില്ലാണ്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ടെസ്റ്റ് എല്ലാം എടുക്കുമ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ടും വരുന്നത്. ലോകം പറയുന്നത് നിന്റെ പണമാണ് ഏറ്റവും മികച്ച കാര്യം. പണമുണ്ടോ എല്ലാം ഉണ്ടോ. എന്നാൽ തിരുവചനം എന്താ പറയുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുന്നൊരു കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12:15. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും വിട്ടൊഴിഞ്ഞ് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. തിരുവചനത്തിൽ പണത്തിനെതിരെ ഒന്നുമല്ല യേശുക്രിസ്തു. എൻ്റെ അറിവിൽ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പണമാണ്. ഞാൻ വിശ്വസിക്കുന്നു അതിന് അത്രയും മാത്രം രക്ഷയെ തടുക്കുവാനുള്ളൊരു ശക്തി ഉള്ളത് കൊണ്ടാണ് ഒരു താക്കീതായിട്ട് യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് അറിയുന്ന കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും പണം ആവശ്യമുണ്ട്. എന്നാൽ അതിൻ്റെ നല്ല ഗൃഹവിചാരകന്മാരായിരിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അതിനുവേണ്ട കൃപ ദൈവം നമുക്ക് തരികയും ചെയ്യും. വചനത്തിൽ അതിനുള്ള ജ്ഞാനവും ദൈവം പകർന്നിരിക്കുക. അതുകൊണ്ട് ലോകം പറയുന്നത് എന്താണ്? നിൻ്റെ കയ്യിലുള്ളത് വെച്ച നീ ഏതൊക്കെ ക്ലബിലാണ് നീ അംഗമായിരിക്കുന്നത്, നിനക്ക് എത്ര പുരയിടമുണ്ട്, നിൻ്റെ കാർ എന്താണ്, ഏതാണ്, ഇതിലെല്ലാം അനുസരിച്ചാണ് നിൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം. എന്നാൽ തിരുവചനം പറയുന്നത് അതിന്മേലൊന്നുമല്ല നിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയിരിക്കുന്നത്. ലോകം പറയുന്നത് ബന്ധങ്ങളെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും പറയുന്നത് നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് നല്ല ഫീലിംഗ് ഉള്ള ബന്ധമായിരിക്കും. ഫീലിംഗ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ മാരേജിൽ നിന്ന് വിവാഹത്തിൽ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. അതാ ലോകം പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ പറയുക, അന്ന് ബാംഗ്ലൂരിൽ ഒക്കെ പലപ്പോഴും കൗൺസിലിങ്ങിന് ചെല്ലുമ്പോഴത്തേക്കും മാരേജിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഉടനെ തന്നെ അവർ കണക്ട് ചെയ്യും. ഡൈവേഴ്സ് ലോയർ ഇതാണ്, നിങ്ങൾ സിംഗിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ താമസിക്കണം എല്ലാം അറേഞ്ച് ചെയ്ത് തരും. വളരെ ടീമായിട്ട് പ്രവർത്തിക്കുന്ന സംഘം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ലോകം പറയുന്നത് ബന്ധങ്ങളിലെല്ലാം വളരെ സുഖമുള്ള ബന്ധങ്ങളായിരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ തിരുവചനം പറയുന്നത് നിൻ്റെ വിവാഹം ഒരു ഉടമ്പടിയാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിബന്ധങ്ങളെല്ലാം സ്നേഹമുണ്ടാകണമെന്നും ഒരുവനോട് പ്രയാസമുണ്ടായാൽ നീ സഹിക്കണമെന്നും പറയുന്നുണ്ട്. പരാതി പറയരുതെന്നും പറയുന്നുണ്ട്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട്. നിന്നെ ദുഷിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ട്. ലോകത്തിനനുസരിച്ചല്ല നാം വ്യത്യസ്തരായി ജീവിക്കുവാനായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവ് പറയുകയാണ്. പക്ഷെ സത്യമാണ്, നമ്മുടെ ചില വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് അന്യോന്യം പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. തിരുവചനം പറയുന്നത് അത് ദൈവസന്നിധിയിൽ ഇരുന്ന് എങ്ങനെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യണമെന്ന് പഠിച്ചു നാം മുന്നേറണം. തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. My people perish because of their ignorance. അവരുടെ അറിവില്ലായ്മ കാരണം പലപ്പോഴും പല തോൽവികളും പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ സംബന്ധിച്ച് ഞാൻ ചില ഈ കോൺസെൻട്രേഷനെ സംബന്ധിച്ചുള്ള ചില ഇന്നത്തെ കാലത്തെ കാര്യങ്ങളും കൂടെ ഞാൻ ടച്ച് ബേസ് ചെയ്യുക. കാരണം രാജാവിൻ്റെ ഭോജനമൊന്നും ഇന്നിപ്പോൾ ആർക്കും ഇല്ല തരാൻ. പണ്ടൊരു സിനിമയ്ക്കകത്ത് ഞാൻ ഓർക്കുമായിരുന്നു, ഇന്നസെൻ്റ് മാളയോട് ചോദിക്കുന്നുണ്ട്. ഇന്നസെൻ്റ് അച്ഛനാണ്. മാളയോട് ചോദിക്കുന്നുണ്ട്, എടാ തോമസേ, നിനക്ക് 2 വീടുണ്ടെങ്കിൽ നീ ഇല്ലാത്തവന് കൊടുക്കുമോ? അച്ചോ, ഞാൻ കൊടുക്കും. പിന്നെ ചോദിക്കും, തോമസേ, നിനക്ക് 2 കാറുണ്ടെങ്കിൽ നീ ഇല്ലാത്തവന് കൊടുക്കുമോ? അച്ചോ, കൊടുക്കും. തോമസേ, നിനക്ക് 2 പശു ഉണ്ടെങ്കിൽ നീ ഇല്ലാത്തവന് കൊടുക്കുമോ? ഇല്ലച്ചോ. അതെന്താ? കാരണം എനിക്ക് 2 പശു ഉണ്ടച്ചോ.
അതുകൊണ്ട് കിട്ടാത്ത രാജാവിൻ്റെ ഭോജനം എന്ന് പറഞ്ഞാലൊന്നും ഇപ്പം നമുക്ക് ആർക്കും ഒരുപക്ഷെ പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഹൗ ടു അപ്ലൈ ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ് ടുഡേ, അതാണ് നമുക്ക് ആവശ്യം. സോഷ്യൽ മീഡിയയിൽ ആരാ ഏറ്റവും വലിയ ആൾക്കാരൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ലൈക്കുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ഫോളോയിങ്ങിനും ലൈക്കിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ നൽകുന്നതായിട്ടുള്ള കോണ്ടന്റ്, ഇസ് ദാറ്റ് ഡിഫൈലിംഗ് ടു മൈ ലോഡ്? ഞാൻ എന്തുവാ ഈ സ്റ്റാറ്റസിലൊക്കെ കയറ്റി അങ്ങ് ഇടുന്നത്? ഞാൻ എന്തുവാ ഈ ഫോർവേഡ് ചെയ്യുന്നത്? എന്തുവാ എൻ്റെ വാളിലുള്ളത്? പണ്ട് വ്യക്തികൾ വിവാഹാലോചനയ്ക്കെല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് വിളിച്ച് ചോദിക്കുമായിരുന്നു, പാസ്റ്ററെ എങ്ങനെയാ പയ്യൻ? ഇപ്പം ചോദിക്കാറുമില്ല, പറയാറുമില്ല. കാരണം എല്ലാവരുടെയും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പരുവം പിടികിട്ടും. Be consecrated in your social media too. നിങ്ങൾ എന്തിനു വേണ്ടി, നിങ്ങൾ ഏത് കാര്യങ്ങൾ ഞാൻ ആരെയും നോക്കിയില്ല കേട്ടോ. ആക്ച്വലി ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കണ്ണ് ഇങ്ങോട്ട് നോക്കിയെന്നേ ഉള്ളൂ. നാം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം നാം എടുക്കണമെന്ന അഡൾട്ട്സിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം. കുഞ്ഞുങ്ങൾക്കത് അറിയാത്തത് കൊണ്ട് മാതാപിതാക്കൾ അവരെ വളർത്തേണ്ടുന്ന രീതിയിൽ വളർത്തണമെന്നാണ് പറയുന്നത്. ആ കണ്ടീഷനിങ്ങിൽ വലിയ ശക്തിയുണ്ട്. കാരണം അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അവനെ കണ്ടീഷൻ ചെയ്യേണ്ട സമയത്ത് കണ്ടീഷൻ ചെയ്യുക. കാരണം അവൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സ്, അവൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ നീ ചെയ്യുമ്പോൾ അത് സഹായകമാണ്. ഇല്ലെങ്കിൽ പിന്നെ കോൺക്രീറ്റ് കുത്തി പൊട്ടിച്ച് മാറ്റുമ്പോൾ വേദനിക്കും. അത്രയും ഡീപ്പർ സർജറി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കർത്താവിന് മാത്രമേ കഴിയാറുള്ളൂ. ബി കോൺസെൻട്രേറ്റഡ് ഇൻ യുവർ സോഷ്യൽ മീഡിയ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഞാൻ എന്തുവാ ഞാൻ ഷെയർ ചെയ്യുന്നത്? പണ്ടത്തെ ദൂതുകളെല്ലാം നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ എഫെസ്യർ ലേഖനം 4:29 പറഞ്ഞു. ഇപ്പം ആരും സംസാരിക്കാത്തതുകൊണ്ട് എന്താ ഷെയർ ചെയ്യുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താ ഷെയർ ചെയ്യുന്നത്? നിങ്ങളുടെ സ്റ്റേറ്റസ് എന്താ? ഇസ് ദാറ്റ് എഡിഫൈങ്? ഇസ് ദാറ്റ് ഹെൽപ്ഫുൾ? നിങ്ങളുടെ പോസ്റ്റുകൾ കാണുമ്പോഴത്തേക്കും കൈപൊക്കി ദൈവത്തെ സ്തുതിക്കുമോ അതോ കൈപൊക്കി നമുക്ക് ഓരോന്ന് തരാൻ തോന്നുമോ? ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ your and each one of our Christian lives. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പറയുന്നത് കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക സഭ പറയുന്നതോ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള വസ്ത്രം ഇടുന്നതോ അല്ല. അത് അകമേന്ന് തുടങ്ങേണ്ടതാ. ഹല്ലേലൂയ. ലോകം പറയുന്നത് പുറമൊക്കെ നന്നായിരുന്നാൽ മതി, അകമൊക്കെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പം യേശുക്രിസ്തു ആദ്യം പറയുന്നതിൻ്റെ സകലത്തിനും ഇത് നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചു കൊള്ളുക. സദൃശവാക്യങ്ങൾ 4:23. Above all, സകലത്തിനും മീതെ നിന്റെ ഹൃദയത്തെ എങ്ങനെയും നല്ല ജാഗ്രതയോടെ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അതിൽ നിന്നാ എല്ലാ പ്രശ്നവും വരും. അല്ലാതെ സമൂഹ മാധ്യമങ്ങളുടെ പ്രശ്നമൊന്നുമല്ല. അതിൽ നിന്ന് സകല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവന്റെ വിഷയങ്ങളും വരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. Be sanctified and consecrated in your social media. Hallelujah. മറ്റൊരു കാര്യത്തെക്കുറിച്ച് തിരുവചനം പറയാൻ ആഗ്രഹമില്ല. ലോകം പറയുന്നത് ഈ സത്യം എന്നൊക്കെ പറയുന്നത്, മൊറാലിറ്റി, ആത്മീയത എന്നൊക്കെ പറയുന്നത് അത് അവരവരുടെ പോലെയാ, ഓരോരുത്തരുടെയും പോലെയാ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പണ്ട് വിശ്വസിക്കുമായിരുന്നു, എനിക്കൊരു പ്രയാസഘട്ടം വന്നു, അതുകൊണ്ട് അതിനുശേഷം ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പം എന്തിലാ അപ്പം വിശ്വസിക്കുന്ന? ഇപ്പം ഒരു 1.5 മണിക്കൂർ എടുത്ത് പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായില്ല ഇത് എന്തിലാ വിശ്വസിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പം സഹോദരന്മാരോട് വളരെ അല്ലെങ്കിൽ വ്യക്തിയോട് സ്നേഹത്തോടെ പറയാറുണ്ട്, ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ വേറെ എന്തിലാ വിശ്വസിക്കുന്നതെന്ന് പറയാൻ തന്നെ പ്രയാസമാണ്. പിന്നെ ആരാണ് ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിട്ടുള്ള സഹോദരൻ? താങ്കളാണോ?
ഈ വിശ്വാസത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? സോ ബി സാങ്ക്ടിഫൈഡ് ഇൻ യുവർ ഡോക്ട്രിൻ. നിങ്ങളുടെ കാരണം തിരുവചനം പറയുന്നത് എന്താണ്? എഫെസ്യ ലേഖനത്തിൻ്റെ 4, 11, 12 വാക്യങ്ങളിൽ 5 വിധ ശുശ്രൂഷയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് നാം കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഓരോ ഉപദേശത്തിൻ്റെയും കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം പക്വതയുള്ള ദൈവമക്കളുടെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം നമ്മുടെ ഉപദേശത്തിൽ, നമ്മുടെ ഡോക്ടറിനിൽ നാം കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതെ, ഇത് പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന അനുസരിച്ച് ഇതിനൊരു പേരുണ്ട്, അത് പാപം എന്നാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങളതിനെ ന്യൂ ഏജ് എന്നും മോഡേൺ എന്നും പരിഷ്കാരം എന്നൊക്കെ പറയും. എൻ്റെ ബൈബിളിൽ ഇതിന് 2 അക്ഷരമുള്ളൊരു പേരാണ് പാപം. പാപമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, താങ്ക് യു, ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു ഇവൻ്റ് പലരും ചോദിക്കുകയാണ്, പാസ്റ്റർ ഹാലോവീൻ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു, എന്തുവാണ് സംഭവം? ഞാൻ നോക്കുമ്പോഴെല്ലാം മത്തങ്ങയുടെ ഇടയ്ക്കെല്ലാം കുറച്ച് വെട്ടൊക്കെ വന്നിരിക്കുന്നത് കാണാം. എന്തുവാണ് സഹോദരൻ സമയം? എനിക്ക് സമയമില്ല. കാരണം ഞാൻ പലപ്പോഴും ഇതും ബൈബിൾ തന്നെ ഒന്ന് വായിച്ചൊന്നും ശരിക്കും തീർക്കണമെന്നും കൊതി തീർന്നിട്ടില്ല വായിക്കാനായിട്ട്. ഇനി അവിടെ ഇവിടെ നടക്കുന്ന എല്ലാം കൂടെ എനിക്ക് പഠിക്കാൻ സമയം. എന്തുവാണെന്ന് പറഞ്ഞു തരാമോ? അല്ല, അത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്. ഞാൻ പറഞ്ഞു, ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇവിടെ വീട്ടിലും ഇവിടെ ഒക്കെ ഇട്ടോ, എന്നാ കുഴപ്പമെന്നാ? അല്ല, ഇപ്പം ചിലപ്പം സാധാരണ പോലത്തെ ഡ്രസ്സല്ല ഇടുന്നത്, ഇച്ചിരി ബ്ലാക്കൊക്കെയാണ് ഇടുന്നത്. പിന്നെ നീ ആദ്യമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ, എന്താ സാധനം എന്നുള്ളത്. ഇന്ന് പലരും പലതിനും ചേർന്ന് നിൽക്കുന്നതും ഡ്രസ്സ് ചെയ്യുന്നതും പലതും ചെയ്യുന്നതും എന്താണെന്നറിയാതെയാണ്. എന്താഘോഷമാണോ, എന്താണേലും കുഴപ്പമില്ല, ഞാനങ്ങ് തുള്ളുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അയ്യോ, പണ്ടാണെങ്കിൽ പബ്ബിൽ പോകാമെന്ന് ഡിസ്കസ്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ ഇതൊക്കെയല്ലേ ഉള്ളൂ പാസ്റ്ററെ ഞങ്ങൾക്ക്. റംബറി കേക്ക് ഒരു 4-5 എണ്ണം അടിക്കുന്നത്. എന്താ പാസ്റ്ററെ കാര്യം? ഞാൻ എന്തിനാ ഇങ്ങനെ കഴിക്കുന്നു? അല്ല, പണ്ടൊക്കെ നമുക്കൊന്ന് മിനുങ്ങായിരുന്നു, ഇപ്പം കേക്കിലൊക്കെ ഉള്ളതല്ലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. എന്തിനു വേണ്ടിയാ ജീവിക്കുന്നേ? ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് ലീഡ് അസ്. പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടേ. എന്ത് ഇവൻ്റാണേലും കുഴപ്പമില്ല, എന്ത് കാര്യമാണെങ്കിലും കുഴപ്പമില്ല, എന്താഘോഷം, എനിക്കത് ഉള്ളണം, എനിക്കതിടണം, എനിക്ക് ഒരുങ്ങണം, എനിക്ക് ജിമിക്ക് കമ്മലും എല്ലാം. ഐ മീൻ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ലെറ്റ് ദം ഡു ദാറ്റ്. ഐ റെസ്പെക്ട് പീപ്പിൾസ് ചോയ്സ്. ക്രിസ്തീയ ജീവിതത്തിന് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ അനുശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇസ് ദാറ്റ് എന്ത് സംഭവിച്ചാലും കർത്താവ് വ്യക്തികളുടെ ബഹുമാനത്തെ തൊട്ടുള്ള കളിയില്ല. ഒരാൾ നരകത്തിൽ പോവാന്ന് പറഞ്ഞാൽ പോലും, ഇഷ്ടമില്ലെങ്കിൽ പോലും അവനെ ശപിക്കുകയോ അവൻ്റെ തീരുമാനത്തെ എടുത്തു മാറ്റുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രായപൂർത്തിയായ എല്ലാവരോടും ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു നിങ്ങളുടെ തീരുമാനത്തെ മാറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല തീരുമാനം എടുക്കാമോ? നല്ല തീരുമാനത്തിൻ്റെ പാത യേശു പറഞ്ഞു തരുമ്പോൾ ഇതെൻ്റെ തീരുമാനമാക്കി മാറ്റാമോ? ഹല്ലേലൂയ. ബി സ്ട്രോങ് ഇൻ യുവർ ഡോക്ട്രിൻ. വചനത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ച് അവർ പറഞ്ഞതും ഞാൻ പറഞ്ഞു ഒന്നുമല്ല. വാട്ട് ഈസ് യുവർ സ്റ്റഡി അബൌട്ട്? ഏത് പ്ലാനാ വായിക്കുന്ന ബൈബിളിൽ? ഏത് അധ്യായമാണ് വായിച്ചേ? എവിടെ നോട്ട്സ്? എവിടെ നോട്ട്സ് എഴുതാത്ത നമ്മളാണോ കുഞ്ഞുങ്ങളോട് നോട്ട് എഴുതിയോന്ന് ചോദിക്കുന്നത്? ഈ തറാപറയൊന്നും അല്ല ജീവിതത്തിലെല്ലാം ആക്കുന്നത്. തിരുവചനത്തിൻ്റെ പഠനമാണ് നമ്മളെ നിത്യജീവനിലേക്ക് ആക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പഠനത്തിൽ എന്തോ ആയി? എൻ്റെ നോട്ട്സ് എവിടെ? നാളെ ഒരു വ്യക്തി എൻ്റെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തറിയാം? എഫെസ്യ ലേഖനം 4:11-12 പറയുന്നത് 5 വിധ ശുശ്രൂഷയിൽ ഉപദേഷ്ടാക്കന്മാരെ കൊടുത്തിട്ടുണ്ട്. ഉപദേഷ്ടാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപദേശിക്കാൻ പറ്റും. ആര് പഠിക്കണം? നമ്മൾ പഠിക്കണം. ടീച്ചറിന് പഠിപ്പിക്കാനല്ലേ പറ്റുള്ളൂ.
ആരാ പഠിക്കണ്ടേ? നമ്മളെ പഠിക്കണ്ടേ. ഹല്ലേലൂയ. Be strong and consecrated in your doctrine. അടുത്തതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ലോകം പറയുന്നത് മറ്റുള്ളവനെ നീ എങ്ങനെ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് മുന്നേറണമെങ്കിൽ. കേരളത്തിനെ ചിലർ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോഴും ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞു, നമ്മുടെ ഒരു ക്രാബ് കൺട്രി ആണല്ലോ. ഞാൻ എനിക്കൊരു സംശയം, ആ ലാസ്റ്റ് ബി ആണോ പി ആണോ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. പക്ഷെ എങ്ങനെ അല്ല, നമ്മുടെ ഒരു ക്രാബ് കൺട്രി ആണല്ലോ. ഞാൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ, എന്താ അതിൻ്റെ അർത്ഥം? പറഞ്ഞു അതായത് ഞണ്ടിനെ പോലാണ്, ഒരാൾ മുകളിലോട്ട് കയറുമ്പം പിടിച്ച് താഴോട്ട് വലിക്കും. ലോകം പറയുന്നത് മറ്റുള്ളവനെ താഴ്ത്തിയിട്ടാണ് നീ കയറേണ്ടതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിന്റെ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി മറ്റുള്ളവന് നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് ലോകം പലപ്പോഴും പറയുന്നു. എന്നാൽ കർത്താവ് എന്താ പറയുന്നത്? നമുക്കത് മർക്കോസിൻ്റെ സുവിശേഷം 12:31 നമുക്ക് നോക്കാം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിന്റെ മാത്രം വളർച്ചയല്ല, നിന്റെ കൂട്ടുകാരനെ നീ സ്നേഹിക്കണം. കർത്താവ് പറയുക, നീ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടമില്ലാത്തവണ്ണം ഞാൻ നിന്നെ കരുതും. ഷെയറിങ് ഇസ് കെയറിങ് എന്ന് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഷെയറിങ് ഇസ് സ്കെയറിങ് ആണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, നീ അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പ വാങ്ങിത്തരാം. നല്ല ശീലം പഠിപ്പിക്കുക. അത് തുടങ്ങിയത് ഇവിടുന്ന്. അത് തന്നെ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത്. നാം നമ്മുടെ കൂട്ടുകാരനെ കരുതുമ്പോൾ, നാം നമ്മുടെ അയൽപക്കത്തെ നാം കരുതുമ്പോൾ, നാം സ്നേഹിക്കുമ്പോൾ നമുക്കൊരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Another aspect of consecration. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ലോകം പറയും, ട്രീറ്റ് ഹിം ദ വേ ഹി ട്രീറ്റഡ് യു. അവൻ നിന്നെ തേച്ചു, നീ ഡബിൾ തേപ്പ് കൊടുക്കണം. അവൻ നിന്നെ നോക്കിയില്ല, നീ മൈൻഡ് ചെയ്യാനേ പാടില്ല. ഇങ്ങോട്ടൊരു ബ്ലോക്ക്, അങ്ങോട്ടും ബ്ലോക്ക് ചെയ്തേക്കണം. അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു ട്രോള്, അങ്ങോട്ടൊരു ട്രോള്. കർത്താവ് പറയുന്നത് അതല്ല. കർത്താവ് പറയുന്നത് നീ അവനെ നിന്റെ തിന്മ കൊണ്ടല്ല ജയിക്കേണ്ടത്, നിന്നെ നന്മ കൊണ്ടാണ് ജയിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിസ്ഥലത്ത് ബി കോൺസെക്രേറ്റഡ്. എങ്ങനെ നാം ആയിരിക്കുന്ന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ജോലി മണ്ഡലത്തിൽ നമുക്ക് വേർതിരിക്കപ്പെടുവാൻ കഴിയും? ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്താലും കുഴപ്പമില്ല, നല്ലൊരു റിസൾട്ട് ഡീൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അല്ലെങ്കിൽ മാനേജർ വരുമ്പോഴെല്ലാം എന്തൊരു ഭയങ്കര മാനേജിങ് ആണ്, ഇങ്ങനെ ഒരാളെ ലോകത്ത് കണ്ടിട്ടില്ല. പുള്ളി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഉടനെ ഇവനൊക്കെ ആരാ ഇവിടെ കൊണ്ടുവന്നെന്ന് അറിയത്. തിരുവചനം പറയുന്നത് നീ എന്ത് ചെയ്യുന്നോ, കൊലോസ്യ ലേഖനം 3:23 പറയുന്നത് നീ എന്ത് ചെയ്യുന്നോ അത് ദൈവത്തിനെന്നവണ്ണം ചെയ്യുക. അത് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ ദൈവം തന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആണെങ്കിൽ അത് ദൈവത്തിനെന്നവണ്ണം ചെയ്താട്ടെ. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, അതായത് ദൈവത്തിനെന്നവണ്ണമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ പരാതി ദൈവത്തിനോട് പറഞ്ഞോളുക, പരിഭവം ദൈവത്തിനോട് പറഞ്ഞോളുക. എല്ലാം ദൈവത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. കർത്താവ് അത് നീതിയിൽ തന്നെ ദൈവം നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. വിശുദ്ധീകരണത്തെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു പുതിയ സഭയുടെ കാര്യമൊന്നും അല്ല പറഞ്ഞു. ഇതാ യഥാർത്ഥത്തിൽ വിശുദ്ധീകരണം. ഹല്ലേലൂയ. ഞാൻ എഫെസ്യ ലേഖനത്തിൽ 2 പറയുന്നത് പോലെ ഞാൻ പാപത്തിൻ്റെ വഴികൾ നടന്നതാണ്. ഞാൻ ഈ പോയിന്റും കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഇന്ന്
ഇതുപോലെ തിരുവചനം സമൃദ്ധമായി നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഏത് വാക്യമെടുത്തോ ആ വാക്യത്തിൻ്റെ എല്ലാ ഭാഷയിലുള്ള കാര്യവും ഇൻ്റർനെറ്റിലുണ്ട്. ഏത് വാക്യമെടുത്തോ അതിനെക്കുറിച്ച് ഒരു 5 പ്രസംഗമെങ്കിലും യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വാക്യം അറിയാത്ത ആൾക്കാർ കുറവാണ്. ഇനി വ്യത്യാസം വരേണ്ടത് നമ്മുടെ സമർപ്പണത്തിലും നമ്മുടെ വിശുദ്ധീകരണത്തിലുമാണ്. ഹല്ലേലൂയ. ആദിമസഭയിൽ നാം നോക്കുമ്പോൾ ആദിമസഭയിലെ പിതാക്കന്മാരെല്ലാം ഈ തിരുവചനത്തെ ലിറ്ററലായിട്ട് എടുത്തു എന്നാണ് പറയുന്നത്. എന്തെഴുതിയോ അതുപോലെ ചെയ്യാൻ തക്കവണ്ണം അവർ വളരെ ആഴത്തിൽ അത് പഠിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും അത് പതുക്കെ കലർന്ന് വന്ന് ഇത് കുഴപ്പമില്ല, ഇതെഴുതിയത് അവർക്കാ, ഇതെഴുതിയിരിക്കുന്നത് കൊരിന്ത് സഭയ്ക്കാ, ഇതെഴുതിയിരിക്കുന്നത് എഫെസർക്കാ, പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ലെറ്റർ എഴുതി തരണം എന്നാണോ വിശ്വസിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എല്ലാം ആർക്കാർക്കാണ്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനല്ല. എന്നാൽ തിരുവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഹൃദയം ദൈവം ആഗ്രഹിക്കുന്ന നാം അതിനോട് ചേർന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കണമെന്നാണ്. ഇതൊരു പ്രോസസ്സാണ്. നാം വിധേയപ്പെട്ട് കഴിയുമ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെടാൻ ഒരുക്കമാകും. അത് കഴിഞ്ഞ ഈ വാക്യം പറയുന്നത് ബട്ട് ബി ട്രാൻസ്ഫോംഡ്. അനുരൂപരായിക്കൊണ്ട് രൂപാന്തരപ്പെടാൻ പറ്റത്തില്ല. വിട്ടുമാറുക തന്നെ ചെയ്താലേ രൂപാന്തരപ്പെടാൻ പറ്റത്തുള്ളൂ. പലർക്കും ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ആ പഴയതിൻ്റെ പ്രശ്നമല്ല, ഈ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ചില ലോകവുമായിട്ടുള്ള ചില കൺഫോമിറ്റീസ് ഉണ്ട്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാമോ, അത് ഞാൻ വിടാൻ പോവാന്ന്. വേദനിക്കുമായിരിക്കും, ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും, പക്ഷെ അത് നന്മയിലേക്ക് നമ്മളെ നയിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരുവചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ അങ്ങ് വഴി നടത്തണമേ. ആൻഡ് വി പ്രേ ലോർഡ്, കർത്താവ്, വിധേയപ്പെട്ട് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവഹിതത്തോട് വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിപ്പാൻ. വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ആൾക്കാർ വിളിക്കുമായിരിക്കാം, വലിയ വിശുദ്ധൻ. അതെ, അത് ശരിയാ. വിശുദ്ധിയുള്ള ദൈവത്തെ തന്നെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഐ എം നോട്ട് ഷൈ എനിമോർ ഇഫ് ഐ എം കോൾഡ് എ സെയിന്റ്. അത് തന്നെയാണല്ലോ എൻ്റെ ലക്ഷ്യം. കർത്താവ്, ഹൃദയത്തിൽ വ്യക്തത, ഉപദേശത്തിൻ്റെ തെളിവ്, വ്യക്തത കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ദാനിയേൽ പറഞ്ഞതുപോലെ, കർത്താവെ, ഞങ്ങളെ അശുദ്ധമാക്കുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ടുള്ള, അതിനെ വെറുക്കുവാനായിട്ടുള്ള ദൈവകൃപയും ജ്ഞാനവും ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ്, സഹായിക്കണമേ. യോസേഫിനെ പോലെ കർത്താവെ, പാപം അരികെ വരുമ്പോൾ ജ്ഞാനത്തോടെ തന്നെ സൂക്ഷിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾ ചോദിക്കുന്നു. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പാപവുമായി ചേർന്ന് പോകാതെ യേശുവിനെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ശിഷ്യരാകുവാൻ തന്നെത്താൻ ത്യജിച്ച് അനുദിനം ക്രൂശെടുത്ത് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സ്കൂളുകളിൽ, ഞങ്ങളുടെ ജോലി മണ്ഡലങ്ങളിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ, ഞങ്ങളുടെ ഉപദേശത്തെക്കുറിച്ചുള്ള അറിവിലെല്ലാം കർത്താവെ, അല്പം പോലും
വിട്ടുവീഴ്ചയില്ലാത്തവരായി യേശുവിന് പ്രസാദം കൊണ്ടുവന്നിരുന്നവരായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ചോദിക്കുന്നു. അതിനുള്ള ദൈവകൃപ വിശ്വാസത്താൽ ഞങ്ങൾ പ്രാപിക്കുന്നു. കർത്താവ്, വിശുദ്ധിയുള്ള ആഴ്ചകളിലേക്ക്, ജീവിതത്തിലേക്ക് ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങൾ പ്രവേശിക്കുന്നു. അത് ഞങ്ങളുടെ സകല മണ്ഡലങ്ങളിലും അത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് മുഖാന്തരം ഞങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകട്ടെ. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.